ഹായ്, ഇന്ന് ഞങ്ങളെ ടെറസിൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ ചെടി കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ 3 ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. അത്രയ്ക്ക് വെയിലാണ് ഇതിൻ്റെ മേലെ. താഴെ വെച്ച കോഴികൾ കൊത്തിപ്പോവും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് റംബൂട്ടാൻ്റെ ബഡ് തൈയാണ്, മോള് കൊണ്ടു തന്നതാണ്. അതിനെ താഴേക്ക് ആക്കാനുണ്ട്. പിന്നെ ബഡായതുകൊണ്ട് 2-3 കൊല്ലം കൊണ്ടല്ല, 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഞങ്ങൾക്ക് ഇതിനെ മാറ്റി കുഴിച്ചിടാണ്ട്. അടുത്തത് ഇതാ ചെറിയതല്ല ജമന്തി. ഇത് റോസ് കളർ ജമന്തിയാണ് കേട്ടോ. ഇത് രോഹിണിയടുത്ത് തന്നതാട്ടോ. എൻ്റെ ഫ്രണ്ട് രോഹിണിയടുത്ത് തന്ന ചെടിയാണ്. പിന്നെ ഇത് വർഷങ്ങളായിട്ട് വീട്ടിലുണ്ടായ ജമന്തിയാണ്. നിറയെ പൂക്കും കേട്ടോ. ഇത് ഞാൻ രോഹിണിയടുത്തേക്ക് കൊടുത്തിട്ടുണ്ട്. രോഹിണിയടുത്തേക്ക് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് 2-3 ദിവസം ചെടി ആകെ ഉണങ്ങിപ്പോയി. ഞാൻ വെള്ള ജമന്തി നന്നായിട്ട് നിറയെ പൂക്കുന്ന ജമന്തി കേട്ടോ. പിന്നെ അടുത്ത ജമന്തി ഇതാ കണ്ടോ, നല്ല കളറല്ലേ. ഇത് മോള് കൊണ്ടു തന്നതായിരുന്നു കേട്ടോ. പക്ഷെ മോളെ വീട്ടിലിപ്പോൾ ഇല്ല തോന്നുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവരും നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് മോളെ വീട്ടിലത്തെ ജമന്തി. ഇത് നല്ല മഞ്ഞ, നല്ല ഭംഗിയുണ്ട്. തിക്കായിട്ട് ഇല കണ്ടില്ലേ, വ്യത്യാസം കണ്ടില്ലേ. ഇതിൻ്റെ ഒക്കെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. വെള്ളേൻ്റെ ഇലയ്ക്ക് അത് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതാണ് ജമന്തിൻ്റെ ഏത് കളറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഇല കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ അതാ ഇവരും വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മഞ്ഞയാണ്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഓണത്തിന് കൊണ്ടുവന്ന പൂക്കളിലുള്ള ചെട്ടിത്തൈയായിരുന്നു. വെതറി ഇഷ്ടം പോലെ ഉണ്ടായി. കോഴികൾ മുഴുവൻ കൊത്തിത്തുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടതുപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. തൈ ഇത്ര വലിപ്പം വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മുറിച്ച് 2-3 ദിവസം മുന്നേ മുറിച്ചിട്ട് ഇതാ 2 കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 തൈയും കിട്ടും, ഈ 2 തൈയും. ചെട്ടിത്തൈ ആയതുകൊണ്ട് വേഗം പിടിക്കും. ചെട്ടിത്തൈ എന്നാണ് കേട്ടോ. ചില ചെണ്ടുമല്ലി എന്നൊക്കെയാണ് പറയണത്. നമ്മളിവിടെ ചെട്ടിപ്പൂവ്. അപ്പോൾ ഇതാ കണ്ടോ, ഈ നമ്മൾ കവറിൽ കാണല്ലോ, ചെറുതിലേ ഇങ്ങനെ പൂവുണ്ടാവണത്. ഇത് കണ്ടോ, ഈ തൂമ്പ് മുറിച്ചിട്ട് ഇവർ ചട്ടിയിലേക്ക് മാറ്റും. അപ്പം ഇത് വിരിയുമ്പോൾ നമുക്ക് തോന്നാം ചെറുതിലേ പൂവിട്ട്. അങ്ങനെ 2 ഞാൻ അങ്ങനെ മാറ്റി കുഴിച്ചിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. വാടി നിൽക്കുന്നുണ്ട്, പിടിച്ചോളും. പിന്നെ എൻ്റെ മുളകും തൈയാണിത്. പലവിധ മുളക് തൈകളുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ താഴെ ഇട്ടിട്ട് കോഴികൾ കൊത്തി തിന്നിട്ട് ഇപ്പം ഞാൻ മേലേക്ക് വെച്ചത്. പക്ഷേ ഈ ടെറസിൻ്റെ ചൂടുകൊണ്ട് അത്ര ഭംഗിയായിട്ട് വളരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ വളരുന്നുണ്ട്. നെയ്മുളകുണ്ട്. പിന്നെ ഇത് വെള്ളമുളകിൻ്റെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മത്തൻ്റെ വള്ളിയുണ്ട് കേട്ടോ. പക്ഷേ ഉഷാറ് കുറവാണ്. നമ്മളെ നിലത്തുണ്ടാവണം അത്ര ഉഷാറിൽ. പിന്നെ ഈ ചൂടുകൊണ്ടാണ് തോന്നുന്നുണ്ട്. മത്തൻ വള്ളി അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് മുളക് ഏതാണെന്ന് അറിയില്ല. കുറേ എണ്ണം വെതറിയിട്ട് കണ്ട ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഇതിൻ്റെ ഇല കാണാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തക്കാളി തൈ ഉണ്ട്. ഈ തക്കാളി തൈ വയനാട്ടിൽ നിന്ന് മോളെ മരുമകൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ തക്കാളി വെതറിയിട്ടിട്ട് ഉണ്ടായതാണ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒക്കെ കോഴികൾ കൊത്തി തിന്ന് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയതാണ്. പിന്നെ ഇതൊക്കെ ഇപ്പം അടുത്ത് ഞാൻ തൈ മാറ്റി കുഴിച്ചിട്ടത് അവിടേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷേ ഇവിടെ മേലെ വെച്ചിട്ടും അവിടെയുള്ള തക്കാളി ഉണ്ട് വെട്ടിയിട്ടുണ്ട്. രാത്രി കിളി എന്താണ് കുഴിച്ചാടിയാൻ തോന്നും. പിന്നെ ഇത് കൂടാതെ ഇവിടെ ചിഞ്ചു കലത്തിൽ വെള്ളരി മത്തൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മത്തൻ്റെ കുരു കേട്ടോ. ആ മത്തൻ്റെ കുരുവും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കക്കിരീൻ്റെത് ഇട്ടിട്ടുണ്ട്. പക്ഷെ കക്കിരി മുളച്ച് കാണുന്നില്ല. പിന്നെ ഒരു മത്തൻ്റെ വള്ളി ഞാൻ ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, സ്ഥലമില്ല. ഞങ്ങൾ ഈ 5 സെൻറ്റ് സ്ഥലത്തിൽ വീടും ഇത്രയും പറ്റാവുന്ന കൃഷികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ മാവ് ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പൂത്തിട്ട്. ഇനി ഞങ്ങളെ മാവ് കണ്ടോ, മുറ്റത്തുള്ളൊരു മാവാണ്.
പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാണികൾ പൂത്തിട്ട് നിറയെ പ്രാണികൾ പൂവുണ്ടാവും ഒക്കെ കരിഞ്ഞു പോയത് കണ്ടാവും. നിറയെ ഒരുവിധം പ്രാണികൾ ഇങ്ങനെ നിറയ്ക്കും. ഇന്ന് എനിക്ക് പക്ഷെ ഒരു അടിച്ച് വരുമ്പോൾ ഒരു ഉണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടാവും. കേടായിട്ട് വീണ്. ഇത് കോഴിക്കോടൻ മാങ്ങ എന്നൊക്കെ പറയാം. ഇത് പിന്നെ നിറയെ മാങ്ങ ഉണ്ടായാലും അതിൽ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ. നിറച്ചും പൂത്തിട്ട് നിറച്ചും കായ ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ മൂക്കുന്ന വരെ ഇത് കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു. പിന്നെ കൊമ്പിനൊന്നും അത്ര ഉറപ്പുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഈ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മുറിച്ച് നിറച്ച് മാങ്ങ ഉണ്ടാവും. നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമില്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങൻ്റെ ഇത് മുറിച്ചതാണ് തന്നെ. പിന്നെ ഇതാ അവിടെയൊക്കെ പൂക്കുന്നുണ്ട്, അപ്പുറത്തൊക്കെ പൂക്കുന്നുണ്ട്. ഇതാ പൂക്കണുണ്ട്, അതേപോലെ കരിഞ്ഞ് പോകണുണ്ട്. എന്താണെന്ന് അറിയില്ല. കണ്ടോ പൂക്കളൊക്കെ ഒരു പ്രാണികൾ വന്ന് നിറയുന്നുണ്ട്. ഒന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കണം. പിന്നെ മൊത്തം പൂവിട്ടിട്ടുണ്ട് കേട്ടോ, പൂവായിട്ടുണ്ട്. കണ്ടോ ചെറിയ പൂമുട്ട അവിടെ കണ്ടോ. ഇവിടെ വളരും തോന്നുന്നില്ല. ഇനിയപ്പോൾ ഒന്ന് ഇനിതാ ഇവിടെ ചെടി കാണിച്ചു തരാം കേട്ടോ. ഇത് ചെടി വിൽപ്പനക്കാരെടുത്തുനിന്ന് വാങ്ങിയത്. ഈ ബൊക്കയിലൊക്കെ ഉണ്ടാകണം ഒരു വയലറ്റ് കളർ ചെറിയ ഉണ്ട ആ ചെടിയാണിത്. ഇപ്പം പിടിച്ചിട്ടുണ്ട്, പക്ഷെ പൂവ് ഇനി ഉണ്ടായി വരണം. കണ്ടോ തക്കാളി തൈ ഞാൻ പറഞ്ഞില്ല എങ്ങനെ മുറിച്ചിട്ടുണ്ട്. അതാ ഒന്നതാ. പിന്നെ ഇതിൽ അതാ കണ്ടോ ഇതൊക്കെ എന്താ മുറിച്ചിട്ടതെന്ന് മനസ്സിലാവില്ല. താഴെയാണെങ്കിൽ കോഴിയാണെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഇവിടുന്ന് എന്താ കൊത്തിയതെന്നായിരിക്കും. ഒരു മുളകും തൈ. പിന്നെ ഇത് വയലറ്റ് മുളകിൻ്റെ തൈയാണ്. ഇത് രോണിയെടുത്ത് തന്നതാട്ടോ. ഇത് വയലറ്റിൻ്റെ തക്കണ്ട ഇല വയലറ്റ് കളറ് നല്ല കരിഞ്ഞ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മുളകും തൈ പോയിട്ടോ, എന്തോ പ്രാണി കയറിയിട്ട്. പിന്നെ താഴേക്ക് ഇട്ട് താഴെ ഉള്ളത് കാണിക്കാം. താഴെയുള്ള ചെടികൾ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ കാശത്തുമ്പ ഞാനൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കണ്ടോ നല്ല ഭംഗിയില്ല, നല്ല കളറല്ലേ അത്. ഓക്കെ കാശത്തുമ്പ കണ്ടോ നല്ലൊരു കളർ. അത് റോസ് കണ്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് റീജേച്ചിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്, മേടിച്ച് തന്നതാണ്. ഒരു 1.5 കൊല്ലത്തിലും മേലെ ഞങ്ങളെ വീട് പണി നടത്തുന്ന സമയത്ത് ഞങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്ന്. ഇതാ ഫെവിക്കോളിൻ്റെ പാട്ടയിലാണ് ഇത് കുഴിച്ചിട്ട്. പക്ഷേ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. നല്ലൊരു റോസാട്ടോ ഇത്. അല്ല വിരിഞ്ഞ് വരുമ്പം ഒരു ലൈറ്റ് റോസ്, പിന്നെ നല്ല കരിഞ്ഞ വെയിൽ കൊള്ളുമ്പോൾ കരിഞ്ഞ ചോപ്പായിട്ട് വരും. ഇത് സാധാ റോസാണ്, പക്ഷെ നിറയെ പൂക്കളുണ്ടാവും. ഓക്കെ കണ്ടോ ഞങ്ങളെ വീട്ടിൽ നിറച്ചുണ്ടായിരുന്നു. ഈ സ്ഥാനത്ത് തന്നെ വെള്ള ഉഷമലരി, എന്താ പറയുക, കല്യാണി എന്ന് പറയും, ഉഷമലരി എന്ന് പറയും. നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഏത് കാലത്തും പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിറച്ചും വെള്ളം ഉണ്ട്. വെള്ളം ഈ നടുവിലിങ്ങനെ ചുവപ്പ് ഡോട്ടായിട്ടുള്ള നല്ല ഭംഗി. എത്ര ഇഷ്ടം പോലെ ആൾക്കാർ കൊമ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടുന്ന് പൊളിപ്പോയി. അതിൻ്റെ ഒരു വേറെ കളറാണ്, സാധാ നമ്മളെ നാട്ടിൻപുറത്ത് കാണും. പിന്നെ ഇതിൻ്റെ കുറേ കളർ ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അതൊന്നും പിടിച്ചില്ല. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ കരിഞ്ഞ ചുവപ്പ് മുട്ടിട്ടിട്ടുണ്ട്. ഇതാ അല്ല ധനിയെ പൊട്ടിച്ചു തന്നത്. പിന്നെ അങ്ങനെ പറഞ്ഞില്ല മഞ്ഞ ജമന്തിയൊക്കെ കേടായിപ്പോയി. നല്ല ഭംഗിയില്ലേ പൂക്കൾ. മഞ്ഞ ജമന്തി നല്ല വേറെ മോഡലുണ്ട് കേട്ടോ. ഇത് നടുവിൽ എതളില്ലാത്തതാ. പിന്നെ ശംഖുപുഷ്പം, പൂ കരിഞ്ഞു പോയി, കോഴി കൊത്തിത്തുന്നതാണ് ഇതൊക്കെ. ഇത് ഇതല്ലേ ഒറ്റ എതളല്ല കേട്ടോ, ഇത് തട്ടായിട്ടുള്ള എതളുള്ള നീലയാണ്. ഇതിതാ മഞ്ഞൾ. ഞങ്ങൾ കളിയാട്ടക്കാവിൽ ഉത്സവത്തിന് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുന്നത്തെ വർഷം പോയിട്ട് വാങ്ങിയ വിത്തായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഇവിടെ വീട് പണി നടക്കുന്നത് കാരണം എവിടെയും കുഴിച്ചിടാൻ സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരുന്നു. പിന്നെ അതിൽ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല.
സങ്കടമായിപ്പോയി അത്. കാരണം ഞങ്ങൾ നല്ല കൃഷിയായിട്ട് കവറിൽ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ 1 കിലോ മഞ്ഞൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒന്നും നടന്നില്ല അന്ന്. പിന്നെ അതിൻ്റെ ഞങ്ങൾ കൊണ്ടുപോയി ഇട്ടതിൻ്റെ മേലെ മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇത്രയും കിട്ടിയിട്ടോ. ഇതും ഇതാ ഇവിടെ ഉണ്ട്. അതായിരിക്കും ആ മൂലയ്ക്ക് 2-3 തൈ. പക്ഷെ മഞ്ഞളൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് കവറിൽ തന്നെ ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ അന്ന് ഇതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ ഇതാ കോവക്കവള്ളി ഉണ്ട് ഇവിടെ. ഇത് ലിസി ടീച്ചർ തന്നതാട്ടോ. ലിസി ടീച്ചർ ഇപ്പോൾ ഇവിടുന്ന് പോയി ഭർത്താവ് മരിച്ചതിന് ശേഷം. ഇതാ നന്നായിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ കായ പറിച്ചൊരു വള്ളിയാണിത്. ടീച്ചറിനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാട്ടോ. അതാണ് രസം. ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് അന്ന് വാടക വീട്ടിലിരുന്നു. അപ്പോൾ ടീച്ചർ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഒരു കോവക്കവള്ളി വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് നോക്കണം. ചാണകപ്പൊടിയും തന്നു. എന്നിട്ട് പറഞ്ഞ് അത് നന്നായിട്ട് നോക്കണം. നന്നായിട്ട് അതേപോലെ തന്നെ ഇഷ്ടം പോലെ കായ പറിച്ചു. ഇപ്പോൾ ഞങ്ങൾ കൊമ്പ് വെട്ടിയതുകൊണ്ട് ഈ ഏനാമ്പഴത്തിൻ്റെ ഇതാ കൊമ്പ് നിറയെ കിണറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് കൊമ്പ് വെട്ടിയപ്പോൾ എന്താ അറിയില്ല ഉണങ്ങിയിട്ടില്ല. ഇതാ താഴൊക്കെ തളിർത്ത് വരുന്നുണ്ട്. ഇതാ അതാ കണ്ടോ. കോവക്ക നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെ. പിന്നെ ഇതാ കാച്ചിൽ കാവത്ത്, ഞങ്ങൾ കാവത്ത് എന്നാട്ടോ പറയുക. കാച്ചിൽ ഇഷ്ടംപോലെ ഞങ്ങൾ ഇവിടുന്ന് കളച്ച് തിന്നിട്ടുണ്ട്. കവറിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ തന്നെ വെറുതെ ഇതൊക്കെ വെറുതെ ഇത് എൻ്റെ അച്ഛൻ പറയും തിന്നുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അവരത് കുഴിച്ചിടുകയും ചെയ്യും. അതിനെക്കൊണ്ട് കാവത്ത് ഞങ്ങൾ പണ്ടേ ഒരു മുരടെങ്കിലും ഞങ്ങൾ പറമ്പിൽ ഞങ്ങളെ ഈ 5 സെൻറ്റിൽ ഒരു സ്ഥലത്തെങ്കിലും കാവത്ത് കുഴിച്ചിടും. എന്നിട്ട് ഇപ്പം പിന്നെ ഈ പ്രാവശ്യം ഇത് കുഴിച്ചിടാൻ കഴിഞ്ഞില്ല. ഉള്ള സ്ഥലത്ത് ഇത് ഉണ്ടായതാണ്. ഞാൻ കവറിൽ അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ട്. കാവത്തും കുഴിച്ചിട്ടുണ്ട്, നനക്കിഴങ്ങും കുഴിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ കർമൂസ ചിഞ്ചുവിൻ്റെ കറി വേണ്ട. ഇവിടെ കിണറിൻ്റെ അടുത്തായ ഒരു വളം ഇടില്ല, വെറും വെള്ളം മാത്രമേ ഒഴിക്കലുള്ളൂ. ഒരു ശോഷിച്ചൊരു മരമാണ്. പക്ഷെ കായ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു കറിക്ക് ഉപ്പേരിക്കൊക്കെ ഉള്ളത് ഇതിലുണ്ടാവുമല്ലോ. അങ്ങനെ റംബൂട്ടാനുണ്ട് ചട്ടിയിൽ. കായ ഞങ്ങൾ തിന്നിട്ടിട്ട കായ മുളച്ചതാട്ടത് റംബൂട്ടാൻ. നന്നായിട്ട് നോക്കിയാൽ നന്നായിട്ട് കായ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഉള്ളത് കായ മുളപ്പിച്ച് തയ്യാവണത് കുറേ കാലം പിടിക്കും. ഒരു 10 വർഷമൊക്കെ പിടിക്കും കായ ഉണ്ടാവാൻ എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. പിന്നെ എന്താ അത്ര ഇത് ഉറുമാമ്പഴത്തിൻ്റെ തയ്യാണേ. തിന്നിട്ട് ഇട്ടിട്ട് മുളച്ചൊരുത്തിന്. ഇത് ഞാൻ കവറിന് ഇവിടേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ട് തന്നെ ഉണ്ടാവുമെന്നറിയില്ല. പിന്നെ വെള്ളമന്താരം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ ചതുപ്പ് പാഷൻ ഫ്രൂട്ടാണത്. അപ്പോൾ ചെടിച്ചട്ടിയിൽ വളർന്നു വന്നൊരു ചെറുളയാണ് ഇട്ടത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അറിയില്ലേ. ചെറുള കഞ്ഞി വെക്കാൻ, കർക്കിടക്കഞ്ഞി. ഇതിൻ്റെ മേലെ കണ്ടോ കുറച്ചാളുകൾ വീട് വെച്ചത് കണ്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അവരവിടെ നിൽക്കട്ടെ അല്ലേ, അവരവിടെ ജീവിക്കട്ടെ. ഇതിൽ തന്നെ ഇതാണ് അല്ല ഇതല്ല, ഇത് പറയട്ടെ പൂവാങ്കുരുന്നല്ല. പിന്നെ ശ്രീദേവി അല്ല കേട്ടോ, അഗ്രോണിമ. ഇത് ചട്ടിയിലേക്ക് ആക്കാറുണ്ട്. ഇപ്പോൾ പിടിച്ച് വന്നിട്ടുണ്ട്. അതാണ്ടോ ഗോപിയേട്ടൻ തന്നൊരു റോസിൻ്റെ കൊമ്പ്, ലൈറ്റ് ഒരു ചുവപ്പ് റോസിൻ്റെതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പിടിച്ചിട്ടിട്ട്. ഒക്കെ ഷോർട്ട്. ഹായ്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.